ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വഴുതനങ്ങ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു മീഡിയം സൈസിലുള്ള വഴുതനങ്ങയാണ്. കുറച്ചും കൂടി വലുതെടുത്താൽ കുറച്ചുകൂടെ നന്നാവും. ഇനി ഇത് ഈ ഒരു സൈസിൽ ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, വട്ടത്തിൽ. അങ്ങനെ എല്ലാതും ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ചധികം ഈ ഒരു കട്ടിയിലെങ്കിലും അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കറയൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കി വെക്കാം. അതിനായിട്ട് 1.5 ടീസ്പൂണോളം സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വലിയ ജീരകത്തിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൗഡറും കൂടെ ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ഫുള്ളായിട്ട് നമ്മുടെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. കോൺഫ്ലോറിന് പകരം അരിപ്പൊടിയോ മൈദപ്പൊടിയോ യൂസ് ചെയ്യുക. ഞാനിവിടെ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീര് ഫുള്ളായിട്ടൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ആദ്യം മിക്സാക്കി കൊടുത്തതിന് ശേഷം എത്ര വെള്ളത്തിന് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ മസാലയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ വഴുതനങ്ങയുടെ കഷ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കിയിട്ട് മസാല പിടിപ്പിച്ചും കൊടുക്കുക. ഞാനിതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോഴാണ് നല്ല രീതിയിൽ ഇതിൽ പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കുക. എല്ലാതും മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോഴാണ് ഇതിലേക്കൊക്കെ മസാലയൊക്കെ ഇറങ്ങിയിട്ട് നല്ല രീതിയിൽ പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഓരോന്ന് ഇതിലേക്ക് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടി പിടിച്ചിട്ട് കരിഞ്ഞു പോവും. അപ്പോൾ ലോ ടു മീഡിയത്തിലാക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഒരു ഭാഗം വെന്തിട്ടുണ്ടാവും. ഇനി മറു സൈഡും നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതാ എല്ലാതും ഇവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.